ഇന്നിപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വരുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ്, മറ്റാരുമല്ല വി എസ് സുനിൽകുമാറാണ്. തൃശ്ശൂരിൽ നിന്നും നമ്മൾക്കൊപ്പം ചേരുന്നത് തിയോഫിൻ, ഞങ്ങളുടെ പ്രതിനിധി തിയോഫിനുണ്ട്. തിയോഫിനൊപ്പം നമുക്ക് വി എസ് സുനിൽകുമാറിനെ കാണാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് സുനിലേട്ടനെ അറിയിച്ചേക്കുക. ബാക്കി നിങ്ങൾ വേഗം സംസാരിച്ച് തീർത്ത് സ്ഥാനാർത്ഥിയെ പറഞ്ഞു വിടുക. വോട്ട് പിടിക്കുക. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് സുനിലേട്ടനോട്. ഓക്കെ സുനിലേട്ടൻ തിരക്കിലാണ്. പിന്നെ അതുകൊണ്ട് പക്ഷേ രാവിലെ പതിവ് മുടക്കിയിട്ടില്ല, പാടത്തേക്ക് എത്തിയിട്ടുണ്ട്. സുനിലേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കൃഷി നടക്കുന്ന പാടമാണ്, ഒരു തണ്ണിമത്തനാണ് ഇവിടെ കൃഷി. ബാക്കി വിവരങ്ങളൊക്കെ സുനിലേട്ടൻ പറയും. നമസ്കാരം ശരത്തെ. ഇവിടെ ഞങ്ങൾ ഒരു വലിയൊരു കൃഷി നടത്തുന്നുണ്ട്. 2-3 കൊല്ലമായി ഇവിടെ ഒരു VK മോഹനൻ കാർഷിക സംസ്കൃതി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കാർഷിക ഗ്രൂപ്പുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലവും ഇവിടെ തണ്ണിമത്തൻ കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഞങ്ങളൊരു 18 ഏക്കർ സ്ഥലത്തുണ്ട് ഇവിടെ തണ്ണിമത്തൻ അടക്കമുള്ള കൃഷി. കഴിഞ്ഞ വർഷം ഞങ്ങൾ 60 ടൺ ഉൽപ്പാദിപ്പിച്ചു. ഇത്തവണ ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ വിൻസെൻ്റ് ഞങ്ങളുടെ ഇവിടുത്തെ അതിൻ്റെ സെക്രട്ടറിയാണ്, ഞാനാണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ തണ്ണിമത്തൻ്റെ ഇടയിൽ ഞങ്ങൾ സൂര്യകാന്തി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് സലാഡ് കുക്കുംബർ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കണിവെള്ളരി നട്ടിട്ടുണ്ട്. അപ്പുറത്തൊരു ഏക്കറോളം സ്ഥലത്ത് കണിവെള്ളരി ഉണ്ട്. പിന്നെ പയറുണ്ട്, വെണ്ടയുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനപ്പുറത്തൊരു സ്ഥലത്ത് മഞ്ഞൾ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരു 5 ഏക്കർ സ്ഥലത്ത്. പിന്നെ അതിന് പുറമെ തൃശ്ശൂർ കോൾപ്പാടത്ത് 2 പുല്ലഴി കോൾപ്പാടത്ത് ഒരു 3 ഏക്കറും ഏലമതപ്പടവിലൊരു 4 ഏക്കറോടൊക്കെ 7 ഏക്കർ സ്ഥലത്ത് കൃഷി ഇപ്പോൾ ഞങ്ങൾ VK മോഹനൻ കാർഷിക സംസ്കൃതി നേതൃത്വത്തിൽ ചെയ്തു വരികയാണ്. അപ്പോൾ ആ പാടം ഇവിടെ ഈ തണ്ണിമത്തൻ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് കൃഷിയല്ല. അപ്പോൾ ടൺ കണക്കിന് കൃഷി പിന്നെ തണ്ണിമത്തൻ ഉണ്ടാകുന്ന കൃഷിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിത് ബ്രാൻഡ് ചെയ്തിട്ടാണ് വിറ്റത്, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. പിന്നെ ഇവിടുത്തെ വലിയ ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ ചെറുകിട കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങൾ ഇത് വിറ്റിരുന്നു. ആളുകൾക്ക് വലിയ താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു നല്ല മധുരമുള്ള തണ്ണിമത്തൻ കൃഷി ആയിരുന്നു. തണ്ണിമത്തനായി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ഒരു ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ചെറിയ കേടുകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, എന്നാലും എല്ലാ ദിവസവും ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഇലക്ഷൻ തിരക്കിലായതുകൊണ്ട് എല്ലാ ദിവസവും വരിക എന്ന് പറയുന്നത് ഇനി നടക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും ഇവിടെ വിൻസനും ബാബു ചേട്ടനും 2 പേരാണ് ഇവിടുത്തെ ഇതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ. അവരിവിടെ ഫുൾ ടൈം കൂടി ഉണ്ടാവും. അപ്പോൾ കൃഷി ഗംഭീരമായി നടക്കുന്നുണ്ട് ശരത്തെ. ശരത്തെ, വളരെ നന്നായിട്ട് കൃഷി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് സുനിലേട്ടൻ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അല്പം മുമ്പ് നമ്മുടെ PP സലീം ക്യാമറാമാൻ കാണിച്ചു തന്നിരുന്നു. ആ തണ്ണിമത്തനിടയിൽ സൂര്യകാന്തി പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഈ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻ കൃഷിമന്ത്രി ആയിരുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു നടത്തിയ അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നടത്തിയ കൃഷിയല്ല. എന്നും സുനിലേട്ടൻ കൃഷി സ്ഥലത്തുണ്ട്, പാടത്തുണ്ട്, ജനങ്ങളുടെ കൂടെയുണ്ട്. ഇത് വ്യക്തമാക്കുന്നതാണ്. ഇതുകൂടി നമുക്കൊന്ന് ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി വിശാലമായിട്ട് പോയാൽ കുറച്ച് സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് കൃഷിയുണ്ട്. വിശാലമായ കൃഷിയാണിത്. ഈ അറ്റം വരെ ഞങ്ങൾ അറ്റം വരെ ഉണ്ട്. അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അറ്റം വരെ സലീമ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തുള്ള പാടം നിങ്ങൾ കാണാൻ പറ്റും. ആ പാടത്തിൻ്റെ അറ്റം വരെയുള്ള സ്ഥലത്തും കൃഷി, അത് ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സ്റ്റേറ്റ് ഹോർട്ടി മിഷനാണ് ഞങ്ങളതിനെ സഹായിച്ചത്. അതുപോലെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും ഒക്കെ സപ്പോർട്ട്. ഇവിടെ ഒരു 5 ഇവിടെ പല കൃഷിക്കാരുടെ സ്ഥലമാണിത്. ഇത് നെൽപ്പാര അവർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ പാട്ടത്തിന് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 4-5 കൃഷിക്കാരുണ്ട് ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ള. അപ്പോൾ അവരും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ നടത്തുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു പുതുമയാണ്. നമുക്കിവിടെ തണ്ണിമത്തൻ ഇത്രയധികം കൃഷി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയധികം തണ്ണിമത്തനോട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചു. വലിപ്പം കൂടിയിട്ടുള്ള തണ്ണിമത്തനും ഇപ്പോൾ ഞങ്ങൾ ഉള്ളിൽ മഞ്ഞുള്ളതും ഉള്ളിൽ ഓറഞ്ച് നിറമുള്ളതായിട്ടുള്ള തണ്ണിമത്തനും കൂടി തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സലാഡ് കുക്കുംബർ നമ്മൾ നട്ടിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഓപ്പൺ പോളി ഹൗസ് ഇതാണ്, സ്നോ വൈറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അത് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു സലീമൊന്ന് ക്യാമറ കാണിച്ചാൽ പറ്റും. നന്നായിട്ട് ഉൽപ്പാദനം ഉണ്ടാവും. ഇപ്പോൾ മാർക്കറ്റ് ഒരു പ്രശ്നമായി മാറുമെന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും നമ്മളിവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്, എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ ചെറുകിടക്കാരായിട്ടുള്ള കച്ചവടക്കാരുടെ സ്ഥലത്തുള്ള സൂപ്പർ മാർക്കറ്റുകളും ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ ധാരണയിലായിട്ടുണ്ട്. ഹോൾസെയിൽ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത്തവണയും
മാർക്കറ്റിംഗ് ഇപ്പോൾ ഞാൻ ഈ ഇലക്ഷൻ്റെ പരിപാടിയിലായി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് എന്ത് പ്രശ്നമൊന്നുമില്ലാണ് ഞങ്ങൾ. ഏതായാലും പ്രശ്നം ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മേടിച്ചോട്ടെ. എന്ന് വെച്ചാൽ മാർച്ച് മാസം ഒരു 16-ാം തീയതിയോട് കൂടി ഞങ്ങൾക്ക് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ തണ്ണിമത്തന്നെ ഒരു 67-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും തല ചവിട്ടെടുത്തിട്ടാ 67-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പൊട്ടിക്കാൻ പറ്റും, തണ്ണിമത്തം പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണക്ക് പ്രകാരം മാർച്ച് മാസം ഒരു 15 കഴിഞ്ഞാൽ 20ഓടുകൂടി തല ചവിട്ടരുത് 20ഓടുകൂടി പിന്നെ തണ്ണിമത്തൻ അതിൻ്റെ വിളവെടുപ്പ് നടത്താൻ പറ്റും. CM കൊണ്ടൊന്ന് വിളവെടുപ്പ് നടത്തുന്നതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞാൽ തീരുമാനിച്ചത്. അപ്പോൾ CM ഈ ഇലക്ഷനായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞാലും കൃഷിമന്ത്രിയായിരുന്നു വന്നത് വിളവെടുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ CM കൂടി ഉൾപ്പെടുത്തി ഹാർവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഇത് നമുക്ക് നമ്മുടെ ഈ കോൾ മേഖലയിലൊക്കെ എല്ലായിടത്തും നമുക്കിത് 10-25 ഹെക്ടർ വീതം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ പാടശേഖരക്കാരോടൊക്കെ പറയാറുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യണം എന്നുള്ളത്. പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു പടവിൽ പള്ളിപ്പുറം പടവിൽ ഇപ്പോൾ 8 ഏക്കർ അവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ചെയ്തു, തണ്ണിമത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഇത് കണ്ട് കുറേ ആളുകൾ ഇപ്പോൾ പാടശേഖരങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ട്രെൻഡാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 1000 ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 ഹെക്ടർ സ്ഥലത്ത് നമുക്കിവിടെ തണ്ണിമത്തം കൃഷി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നിന്ന് വരുന്ന തണ്ണിമത്തനോട് നമുക്ക് കടപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ അവിടെയുള്ള മണ്ണ് നല്ലതാണ്, നല്ല മണ്ണാണ്. നമുക്ക് നല്ല വെറൈറ്റികൾ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ചൂടുണ്ടല്ലോ, ഇപ്പോൾ നല്ല ധാരാളം ചൂടുണ്ട്. തണ്ണിമത്തന് പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മന്ത്രിയായപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് നാളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. നമുക്കെന്ന് വെച്ചാൽ കമേഴ്സ്യലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മാത്രമേ ഇതൊരു നമുക്ക് ആളുകൾ മാർക്കറ്റിങ്ങിൻ്റെ ആളുകൾ വരുള്ളൂ. അല്ല നമ്മൾ 2 ടൺ 3 ടൺ ഉൽപ്പാദിപ്പിച്ചാലൊന്നും ആളുകൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇന്ന് മേടിക്കാൻ പറ്റില്ല. ഹോൾസെയിലേഴ്സൊന്നും മേടിക്കാൻ പറ്റില്ല. നമ്മൾ 100-200 ടൺ ഇവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരും, അത് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭവക്കുറവുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ തൈകൾ നഷ്ടപ്പെട്ടു പോയി. ഇത്തവണ ഞങ്ങൾ തൈകളെല്ലാം നഴ്സറിയിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തൈകളൊന്നും അധികം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും പ്രൊഡക്ഷൻ കൂടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മറ്റൊന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തണ്ണിമത്തൻ ഇതിനകത്തൊക്കെ നിറങ്ങൾ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവയ്ക്കുന്ന ഒരു ആക്ഷേപം ഉണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലയിടത്തും. അതൊക്കെ വെറുതെ പറഞ്ഞത്. എങ്ങനെയാണ് ഈ തണ്ണിമത്തം എല്ലാ തണ്ണിമത്തലിലും സിറിഞ്ച് വെച്ച് കുത്തിവയ്ക്കും? ഞങ്ങൾക്കിത് പൊട്ടിക്കാൻ തന്നെ ഇതുണ്ടായി കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ എത്ര കാശ് ചിലവാക്കുന്നറിയാം. ഈ ആളുകൾ വെച്ച് നമ്മൾ പൊട്ടിക്കണം. ഈ പൊട്ടിച്ച് കൊണ്ടുവന്നതിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. പിന്നെ അതുമ്പോൾ ഓരോ തണ്ണിമത്തലിലും സിറിഞ്ച് വെച്ച് കളർ കയറ്റുക എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും എനിക്കറിയില്ല. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. അതിപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ ഒരു നിലപാടെടുക്കണമെന്ന് ശരിയല്ല. ഇവിടുത്തെ കൃഷിക്കാരൊക്കെ നമ്മുടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ കൃഷിക്കാരാണെങ്കിൽ അവർ കൃഷിക്കാരല്ലേ, അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ മോശമെന്ന് പറയുന്നത് ശരിയല്ല. നമ്മളതിന് പകരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നല്ല. തമിഴ്നാട്ടിൽ നിന്ന് അവർ ഒരുപാട് കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ അവർ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അതിനെതിരായിട്ടുള്ളൊരു ജൈവബോധം ഉണ്ടായല്ലോ, അപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ കൃഷിക്കാർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഈ കൊക്കോകോള പെപ്സിയിലൊക്കെ ഉള്ള അത്ര വിഷം ഈ തണ്ണിമത്തലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അങ്ങനെ മോശമാക്കണത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. തിരക്കായി, കാരണം സുനിലേട്ടനെ വിടണമെന്ന് സുനിലേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ, എങ്ങനെ പോകുന്നു ഇതുവരെയുള്ള? ഇന്ന് മുതൽ 1-ാം തീയതി ആണല്ലോ. 1-ാം തീയതി മുതൽ ഞങ്ങൾ മണ്ഡലങ്ങളിൽ പിന്നെ വ്യക്തികളെ കാണുന്ന പരിപാടി തുടങ്ങി. ഇപ്പോൾ രാവിലെ പുതുക്കാട് മണ്ഡലത്തിലാണ്, നമ്മുടെ പഴയ രവീന്ദ്രൻ മാഷ പഴയ മണ്ഡലത്തിലാണ്. ഇന്നത്തെ രാവിലെ 9 മണി മുതലുള്ള പര്യടന പരിപാടി അവിടെയാണ്. പര്യടനം എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ മുതിർന്ന സഹാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രധാന വ്യക്തികളെയൊക്കെ ഒന്ന് കാണാൻ ഉദ്ദേശിച്ചിട്ടാണ്. അല്ലാണ്ട് പബ്ലിക്കായിട്ടുള്ള പരിപാടികൾ, പിന്നെ ഉത്സവങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ സഹാക്കളൊക്കെ അവിടേക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുന്നുണ്ട്. ഏതായാലും ഇലക്ഷൻ പ്രചരണ പരിപാടി ആരംഭിച്ചു. ഞങ്ങളുടെ കൺവെൻഷൻ 9-ാം തീയതിയാണ്. ഞങ്ങളുടെ മണ്ഡലം നിയോജകമണ്ഡലം പാർലമെൻറ്റ് നിയോജകമണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞ് അസംബ്ലി നിയോജകമണ്ഡലം കൺവെൻഷനിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളിലേക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ മറ്റ് എതിർ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ വന്നെങ്കിലും ഒഫീഷ്യലായിട്ട് അവരും രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ അവരൊക്കെ അവിടെ സജീവമായിട്ടുണ്ട് എല്ലാ ആളുകളും. അപ്പോൾ ഇലക്ഷൻ തൃശ്ശൂർ മണ്ഡലത്തിൽ വളരെ ആക്റ്റീവായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാവും തൃശ്ശൂരിലെ ഒരു പോരാട്ടം?
നല്ല മത്സരം നടക്കുകയും നമ്മൾ ജയിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ജനങ്ങളുടെ ഒരു പൾസ് അനുസരിച്ച് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇത്തവണ ഇടതുപക്ഷം കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇടതുപക്ഷ മുന്നണി വളരെ കരുതലോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾക്കറിയാം ഈ വലിയ പണം ഇറക്കിക്കൊണ്ടുള്ള ഒരു മത്സരക്കൂട് നടത്താൻ ശ്രമിക്കും. കാരണം അപ്പുറത്ത് ഉള്ള സ്ഥാനാർത്ഥികളിൽ പലരും ചില BJP ഒക്കെ വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ അവർ വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് കാണാനുണ്ട്. അപ്പോൾ ഇനി ഇലക്ഷൻ ആകുമ്പോഴേക്കും അവർ അപ്പോൾ നമുക്ക് അവരോട് പണം കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല. അല്ല, ഈ ഇടതുപക്ഷ മുന്നണി ചെയ്യുന്ന രീതി അനുസരിച്ചൊന്നും അങ്ങനെ പറ്റില്ല. പക്ഷേ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര പണം ഇറക്കിയാലും നമുക്ക് വിജയിക്കാൻ പറ്റും. അതിലൊന്നും വിശ്വാസക്കുറവില്ല. ശരത്തെ, സുനിലേട്ടന് വളരെ നേരത്തെ തന്നെ നമുക്ക് പര്യടനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് പോകേണ്ടതുണ്ട്, ഫ്രീ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം അല്പം നമ്മളോട് കുറച്ച് കൂടുതൽ സമയം നിന്നതാണ്. സമയം മറന്നു. കൃഷിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സമയക്കുറവ് പറഞ്ഞ ശ്രീ സുനിൽകുമാറിനോട് ആദ്യം തന്നെ കൃഷിയുടെ കാര്യങ്ങൾ ചോദിച്ച് കുറെ കൂടി സമയം നീട്ടിയെടുത്തു. വീണ്ടും കൃഷി അല്ലേ, കൃഷി കാര്യങ്ങൾ ചിന്തകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇനിയൊരു 72 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പൊട്ടിക്കാറാവും. അതിന് കണക്ക് അങ്ങനെയാണ്. അതിൻ്റെ അപ്പോൾ കറക്റ്റ് ടെൻഡർ നല്ല ഇതായിട്ടുള്ള ഇത് കിട്ടും. റൈറ്റ്. അപ്പോൾ ഏതായാലും റൈറ്റ്, ശരി നടക്കട്ടെ. അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ വരുമ്പോൾ ഈ തണ്ണിമത്തൻ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. താങ്ക് യു സുനിൽകുമാർ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ നല്ല മത്സരം നടക്കും, പക്ഷേ ഇടതുപക്ഷത്തേക്ക് തൃശ്ശൂർ വരും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്.